അങ്ങനെ ടോവിനോയുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഒരു സിനിമ കൂടെ, നരിവേട്ട. നരിവേട്ടയുടെ ഡയറക്ടർ അനുരാജ് മനോഹറാണ്. റൈറ്റർ എബിൻ ജോസഫ്, ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം, ചേരൻ, പ്രേംവദാകൃഷ്ണൻ, അങ്ങനെ ഒരു വലിയ കാസ്റ്റിംഗ് എന്നൊന്നും പറയാനില്ല, ഒരു ചെറിയ കാസ്റ്റിംഗ് ആയിട്ട് കൂടെ ഉള്ള ഒരു നല്ല സിനിമയാണ് നരിവേട്ട എന്ന് പറയുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ടോവിനോ ചെയ്യുന്നത് ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേഷമാണ്. അതിലേക്ക് ടൊവിനോ എത്തുന്ന സീനൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് മുഴുവനും ടൊവിനോയെ പശ്ചാത്തലത്തിലുള്ളൊരു ടൊവിനോയുടെ ലൈഫ്, ദാരിദ്ര്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ പ്രണയമുണ്ട്. അതിലാണ് നരിവേട്ടയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മിന്നൽ വള സോങ് വരുന്നത്. സോങ്ങൊക്കെ അടിപൊളിയായിരുന്നു, നല്ല പാട്ട്, നല്ല രീതിയിലായിരുന്നു. പിന്നെ ടൊവിനോ ഒരു കുട്ടനാടൻ ആളാണ്, കുട്ടനാട്ടിൽ ജീവിക്കുന്ന ആളാണ്. ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് പണ്ട് 2003 വയനാട് മുത്തങ്ങയിൽ നടന്നിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ന് വെച്ചാൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിച്ചൊന്നല്ല, അതിനെ ബേസ് ചെയ്ത് ഇവരുടേതായ രീതിയിലെടുത്തൊരു പടമാണ് നരിവേട്ട എന്ന് പറയുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നന്നായി എൻഗേജ് ചെയ്ത് കൊണ്ടുപോയി. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതിൽ നമ്മൾ ഇമോഷണലി കുറച്ച് കണക്റ്റ് ആവുന്ന ആളാണ് ഒരു ബഷീർ സാർ എന്ന് പറയുന്നത്. ബഷീർ സാറായിട്ട് എത്തിയിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. അങ്ങനെ സുരാജ് വെഞ്ഞാറമൂടും അതുപോലെ തന്നെ ടൊവിനോയും കൂടെ ക്യാമ്പിലുള്ള ഒരുപാട് കാര്യങ്ങളും പിന്നെ അതിന് ശേഷം ഇവർ മുത്തങ്ങയിൽ എത്തുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദിവാസി വിഭാഗം അവരുടെ കഥ മാത്രമല്ല, അവിടെ ഫോറസ്റ്റിൽ വന്നിരിക്കുന്ന പോലീസുകാരുടെ ജീവിതവും അവരുടെ കാര്യങ്ങളും ഒക്കെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കഥയാണിത്. സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു മൂവിയാണ്. പിന്നെ എനിക്ക് തോന്നിയതൊരു വൺ ടൈം വാച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല മൂവിയാണ്. അതിൽ ആദിവാസികളോട് ഇന്ന് സമൂഹം പെരുമാറുന്ന രീതി, അവരെ എങ്ങനെ കാണുന്നു, ഭരണകൂടത്തിൻ്റെ അവരോടുള്ള അപ്രോച്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്ന ഒരു സിനിമയാണിത്. അതിൽ സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഇമോഷണലി എത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ടും ഓവറോൾ നല്ല പടമാണ്, കണ്ടിരിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.